രണ്ടാമത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് നേപ്പാളിൽ പൊക്രയിലുണ്ട്. ഓക്കെ, താഴെ ഒരു ബസ്സുകാരനും ഒരു ഒമ്നിക്കാരനും കാത്തുനിൽക്കുന്നുണ്ട്. ഒമ്നിക്കാരൻ 1000 പറഞ്ഞു, ബസ്സുകാരൻ 800 പറഞ്ഞു. ബസ്സിൽ AC ഇല്ല, ഒമ്നിക്ക് AC ഉണ്ട്. അപ്പോൾ താഴെ പോയിട്ട് ഏതെങ്കിലും ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതിലേക്കായിരിക്കും പോവാം. ഓക്കെ, നേപ്പാൾ ബോർഡർ കയറിയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് എടുത്ത ഹോട്ടലാണ് ഇത് കേട്ടോ. നൈസ് ഹോട്ടലാണ്, നല്ല വൈബാണ്, ഡീസൻറ്റ് ഹോട്ടലാണ്, നല്ല വൃത്തിയാണ്. ഞാൻ നിങ്ങൾക്ക് ഇവരെ കാണിച്ചു തരാം ആരൊക്കെയാണെന്നൊക്കെ. ഓക്കെ, ഇതാണ്, ഇത് ഓണറെ വൈഫാണ്. ഇവരെന്നെ ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വേണേൽ കഴിക്കാം, പൈസ നമ്മൾ തന്നെ കൊടുക്കണം. പിന്നെ പാക്കേജ് ഉണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ. നമ്മൾ കൊടുത്തത് റൂമിന് 750 ഇന്ത്യൻ മണി. ഹോട്ടൽ ആകാശ് എന്നാണ് പേര്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, വണ്ടി കയറിയതിന് ശേഷമാണ് ഒരു കാര്യം മറന്നുപോയത്, മറവി. അത് മുഖ്യം ബൈയിലെ കറൻസി ചേഞ്ച് ചെയ്തില്ല. ഡോർ ഓപ്പൺ ആക്കാൻ നോക്കിയിട്ട് ഡോർ ഓപ്പൺ ആകുന്നില്ല. പുറത്തുനിന്നാന്ന് തോന്നുന്നു ഡോർ ഓപ്പൺ ആക്കാൻ കഴിയൂ. ഡ്രൈവർ വന്ന് ഡോറ് തുറന്ന് തന്നു. എന്നിട്ട് നമ്മൾ നേരെ കറൻസി ചേഞ്ച് ചെയ്യാൻ ഒരു സ്ഥലത്ത് പോയി. അവിടെയുള്ള ചേച്ചിയാണത്, നേപ്പാളി ചേച്ചിയാണെന്ന് തോന്നുന്നു. അങ്ങനെ 2000 രൂപ കൊടുത്തു. 10 രൂപയ്ക്ക് 16 നേപ്പാളി കറൻസി. കുറച്ച് വാല്യൂ ഉണ്ടല്ലേ. അപ്പോൾ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1600. അപ്പോൾ ഞാൻ 2000 കൊടുത്തു, എനിക്ക് കിട്ടിയത് 3200 നേപ്പാളി. പുത്തൻ പണമാണ് കേട്ടോ, നല്ല ഡ്രസ്സുള്ള നോട്ടാണ്. അപ്പോൾ നമുക്കിനി പൊക്രയിലോട്ട് പോവാം. ചച്ചു ഗൈസ്, എനിക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് മിഡിലാണ്. ഫ്രണ്ടിൽ ആരോ കയറാണ്ടെന്ന് പറഞ്ഞു കുറച്ച് അങ്ങോട്ടൊന്ന്, അതുകൊണ്ട് ഞാൻ മിഡിലിരുന്നു. ഇപ്പോൾ ഞാൻ സ്റ്റിക്ക് കൊണ്ട് ഫോൺ മുന്നിലോട്ട് കുത്തി പിടിച്ചെടുക്കുകയാണ്, അത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ പോവാണ്. മോനെ ഡീസൻറ്റ് പ്ലേസ് കേട്ടോ, ഡീസൻറ്റ് സ്ഥലം, ഡീസൻറ്റ് റോഡ്, ഒരു ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, ഇനി അങ്ങോട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല വൃത്തിയുണ്ട് കേട്ടോ പ്ലേസ്, നല്ല ഡീസൻ്റാണ്. ഒരു കാട്ടോ കച്ചറോ ഒന്നും ഈ പോകുന്ന വഴിയിലില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. കാണുന്നുണ്ടോ അവിടെ മല കാണുന്നുണ്ടോ? ദേ കുന്ന്, മല മല. എനിക്കെന്താ അറിയില്ല, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര വൈബാണ്. അത് കണ്ടില്ലേ, നമ്മൾ പൊക്രയിലോട്ട് പോകുന്ന സൈഡിലുള്ള കടകളാണ്. കുറേ ആൾക്കാർ ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്താ അവരൊന്നും അത്രമാത്രം ആൾക്കാരൊന്നും കാണുന്നില്ല, പക്ഷേ കുറേ ബൈക്ക് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം പൊക്രയിലോട്ട്. ഈ വെള്ളം ഒഴുകി വിടുന്നുണ്ടോ? ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, ഈ വെള്ളം ഇത് എവിടെ നിന്നാണ് ഒഴുകി വിടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് അങ്ങത്തോളുണ്ട്. കുന്ന് കയറി പോകുമ്പേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും. ഈ പാലൊക്കെ ഉണ്ടോ, നൂല് പോലെയുള്ളൂ, ഒരു കമ്പിപ്പാലമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ പാലത്തിൽ കൂടെ ഒന്ന് നടക്കാനും, പക്ഷെ എന്ത് ചെയ്യാനോ അതിന് സാധിച്ചില്ല. വണ്ടി നേരെ പോവുകയാണ്. ഇത് അങ്ങോട്ടത്തോളം ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പാലം കാണാം, അങ്ങത്തോളം ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിയിൽ വണ്ടി ഒന്ന് നിർത്തി. ഇവിടെ കുറച്ച് കടകൾ കാണുന്നുണ്ട്, കുറേ ബസ് കാണുന്നുണ്ട്. പിന്നെ ഇത് അവിടെ ബാത്റൂം ഉണ്ട്, ബാത്റൂം പോയിട്ട് മൂത്രമൊഴിക്കുക, തൂറും എന്താണോ വെച്ച് ചെയ്യാം. അത് നമ്മുടെ നാട്ടിലെ പോലെ 10-20 പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ കട. ഇത് റെസ്റ്റോറൻ്റ് ആട്ടോ. ഇങ്ങനെയാണ് ഈ പോകുന്ന വഴിയിലുള്ള റെസ്റ്റോറൻറ്റ്. ഇനി അങ്ങോട്ട് എന്താണെന്നെല്ലാം നമുക്ക് നോക്കിയിട്ട് കാണാം. അത്ര വലിയൊരു വൃത്തിയായിട്ടൊന്നുമില്ല, പക്ഷേങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ നമ്മളെ വണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. വണ്ടി ഞാൻ ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കണം. വണ്ടി ഉണ്ടാവും, നല്ല മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാണ് കേട്ടോ. അടിപൊളി വണ്ടിയാണ്, ഇരിക്കാൻ നല്ല സുഖമാണ്. 2 ഫാനുണ്ട്, പിന്നെ AC നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ എന്നെ കാണിച്ചില്ലല്ലോ, എന്നെ കുറേ സമയമല്ല കാണിച്ചിട്ടില്ല, എന്നെ കണ്ടു. എൻ്റെ സീറ്റാണ് സെൻറ്ററിലുള്ള, ഞാൻ ബാക്കിലിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലിരുന്ന് നോക്കിയാണ്. പിന്നെ അവിടെ നിന്ന് പോയതിന് ശേഷം പിന്നെ കുറച്ച് സമയം അങ്ങോട്ട് പോയതിന് ശേഷം വണ്ടി വീണ്ടും നിർത്തി. ഇപ്പോൾ നിർത്തിയത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ ഓൾറെഡി ഈ പൊക്രയെന്ന് എനിക്ക് കഴിക്കുള്ളൂ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കഴിക്കണില്ല. കണ്ടോ റെസ്റ്റോറൻ്റ് ഉണ്ടോ, അത്ര വലിയ ഇതൊന്നുമല്ല, എന്നാലും സെറ്റാണ്. നമ്മൾ അവസാനം പൊക്രയിലെത്തി. പൊക്രയിൽ എന്താ നമ്മൾ ബസ് കയറി. നമ്മൾ ഫസ്റ്റ് പോകുന്ന സ്ഥലം ലേക്കാണ്. നമ്മൾ റൂമൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല, ബാഗൊന്നും വെക്കാൻ നിൽക്കണില്ല. നമ്മൾ ലേക്ക് പോയിട്ട് ലേക്കിലുള്ള കാഴ്ചകളാണിത്. ഇത് കണ്ടോ, ഇതൊക്കെ ഫിഷ് ഫ്രൈ ആണ്, മെയിൻ ഐറ്റമാണ് ഇവരെ ഫിഷ്. ഇത് ബാറാട്ടോ, ബാറിലെ ടച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഫിഷ്. 2 അടിക്കുന്നവർക്ക് ഈ ഫിഷൊക്കെ കാണുമ്പോൾ ഒരു കൊതിയൊക്കെ ആവാം അല്ലേ. കണ്ടോ, ഫുള്ള് ഫിഷ് ഫ്രൈ ആണ്. പിന്നെ മൊമോസ് ഉണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നിട്ട് അവസാനം ലേക്കിലെത്തി. എൻ്റെ മോനെ ഇപ്പം എനിക്ക് കിട്ടുന്നൊരു ഓക്സിജൻ ഉണ്ടല്ലോ, മൈ ഗോഡ്, അടിപൊളി. ഇത് അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഒരു എന്താ ഡൈനിങ് ടേബിളും ആൻഡ് ബോട്ട്
അങ്ങനെ പറയാം. മത്തിയൊക്കെ ഇങ്ങനെ പൊരിച്ചിട്ടിരിക്കണ കണ്ടോ, കാണുമ്പോൾ അങ്ങ് വാരിയങ്ങ് വാരിടാൻ തോന്നുന്നുണ്ട്. വാക്ക് വേ കേട്ടോ, ഇത് കിലോമീറ്റർ കണക്കിന് ദൂരത്തിൽ ഇങ്ങനെ ഒരു വാക്ക് വേ ആണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഫുൾ ബാറാണ്, റെസ്റ്റോറൻ്റ് അല്ല ബാറാണ്. എല്ലാവരും തിന്നുമ്പോൾ കുടിക്കാൻ വെള്ളം കുടിക്കും അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കും. ഇവിടെ കുടിക്കുമ്പോൾ തിന്നാനാണ്, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ. മനസ്സിലായില്ല, ബീറ് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ സാധനം അടിക്കുമ്പോൾ കഴിക്കാനുള്ള സാധനമാണ് ഫുഡ്. ഓ മതമാരോ നോക്കി. ഇപ്പുറത്തെ സൈഡിൽ വലിയ പുഴ, ഇപ്പുറത്തെ സൈഡിൽ പുഴ എന്നല്ലേ, പുഴ. ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് ബാർ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് അങ്ങ് പോവാണ്. എങ്ങോട്ടാണെന്നില്ല, ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. മോനെ, ഇതൊക്കെ ഞാൻ വേറെ ആരുതൊക്കെയോ വ്ളോഗിലും യൂട്യൂബിലൊക്കെ കണ്ട കാഴ്ചകൾ ഞാൻ നേരിട്ട് എൻ്റെ കൺമുമ്പിൽ ലൈവായിട്ട് കാണുക. എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തും എൻ്റെ ബ്രെയിനിലൊക്കെ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് വേറെയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അത്രയും വൈബിലാണ് ഞാനുള്ളത്. അങ്ങനെ ഇങ്ങനെ നടന്ന് പോവാണ്. രാജസ്ഥാനികൾ കണ്ടോ, ക്യൂട്ട് കപ്പിൾസിലെ നല്ല രസമുണ്ട് കോസ്റ്റ്യൂംസ്, വെരി ബ്യൂട്ടിഫുൾ. എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്താല്ലേ, എല്ലാവരും അവരവരുടെ കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്ത് അവരെ കാര്യം നോക്കി അതിൽ റിലാക്സ് ചെയ്ത് അതിൽ ഒരു വൈബ് കണ്ടെത്തുകയാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഈ ലേക്കിൻ്റെ സൈഡിൽ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലാണ് അവിടുത്തെ ലോക്കൽസ് ഇങ്ങനെ ചായ, ചോളം, അങ്ങനെ പല പരിപാടികൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചായ പറഞ്ഞു. ചായക്ക് നേപ്പാളി 100 രൂപയാണ് കേട്ടോ. മസാല ചായക്കാണ്. എന്തായാലും 100 രൂപേൻ്റെ വേർത്ത് ഉണ്ടോ എന്ന് നോക്കട്ടെ കുടിച്ചിട്ട്. എന്തായാലും ചായ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. എന്തായാലും ചായ കുടിക്കട്ടെ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടൊക്കെ ജസ്റ്റ് മങ്ങി വരുന്നുണ്ട്. സോ സൂര്യാസ്തമയം ആവാൻ പോകണു ഗൈസ്. അങ്ങനെ സൂര്യൻ അസ്തമിക്കട്ടെ. നിങ്ങളും ഞാൻ വിചാരിച്ച പോലെ വിചാരിച്ചിട്ടുണ്ടാവുക ഇത് പാട്ടാണെന്നല്ലേ. ഇത് പാട്ടല്ല, ഇവർ ക്രിസ്ത്യൻസാണ്, ഇവർ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിച്ചു, ആ വീടൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഞാനവിടെ കുറച്ച് സമയം ഇരുന്ന് അത് കേട്ടു. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടാ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഇനി നാളെ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് നാളെ കാണാം ഗൈസ്. ബൈ.